വല്ലകം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 109ാമത് കായിക മത്സര പരിപാടിയായ സ്പോർട്ടോപ്പിയയ്ക്ക് വർണ്ണക്കൊടിക്കൂറ ഉയർന്നു. ഒരു നൂറ്റാണ്ടും പിന്നെ 9 സംവത്സരവും പിന്നിടുന്ന വല്ലകം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിജയചരിത്ര വീഥികളുമായി ഇഴചേർന്ന് കിടക്കുന്ന ട്രാക്ക് റെക്കോർഡാണ് വിദ്യാലയത്തിൻ്റെ കായിക രംഗത്തിനുമുള്ളത്. കഴിഞ്ഞ 100-ലധികം സംവത്സരങ്ങൾക്കിടെ ദേശീയ സംസ്ഥാന തലത്തിൽ വ്യത്യസ്ത കായിക ഇനങ്ങളിൽ സംഭാവന ചെയ്ത മികച്ച താരങ്ങളുടെ സ്മരണകളിൽ കൂടിയാണ് വിദ്യാലയ കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞത്. മഴവില്ലിൻ്റെ മനോഹാരിത വിടർത്തി സപ്തവർണ്ണ കൊടിക്കൂറകളുമേന്തി വ്യത്യസ്ത ഹൗസുകളായി തിരിഞ്ഞ വിദ്യാർത്ഥികളുടെ ചടുലവും പ്രൗഢഗംഭീരവുമായ മാർച്ച് പാസ്റ്റോടെയാണ് സ്പോർട്ടോപ്പിയയ്ക്ക് തുടക്കമായത്. താളാത്മകമായ മാർച്ചിംഗ് സോങ്ങിൻ്റെ അകമ്പടിയോടെ NCC കേഡറ്റുകളും മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. തലോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിപിൻ ചന്ദ്രൻ തേരേഴത്ത് മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം സ്പോർട്ടോപ്പിയയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ലോക കായിക റെക്കോർഡുകൾ തിരുത്തി കുറിക്കുവാൻ കഴിയുന്ന വിധം വേഗത കൈവരിക്കുവാനും ഉയരങ്ങൾ കീഴടക്കുവാനും സ്പോർട്ടോപ്പിയയിൽ മാറ്റുരയ്ക്കുന്ന ഓരോ കൗമാര കായിക താരങ്ങൾക്കും കഴിയട്ടെയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CI വിപിൻ ചന്ദ്രൻ ആശംസിച്ചു. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. എല്ലാവരും ഒരു ഫെയറായിട്ടുള്ള മത്സരത്തിൽ തന്നെ പങ്കെടുക്കുക. മറ്റു പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഐറ്റംസ് ആരംഭിക്കട്ടെ. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി. സ്കൂൾ മാനേജർ ഫാദർ ടോണി കോട്ടക്കൽ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോകത്തിനും രാഷ്ട്രത്തിനും ഭീഷണിയാകുന്ന വിധം വർദ്ധിച്ചു വരുന്ന മദ്യ, മയക്കുമരുന്ന്, രാസലഹരികളുടെ സ്ഥാനത്ത് കലാ കായിക മേഖല വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരിയായി മാറണമെന്ന് ഫാദർ ടോണി കോട്ടക്കൽ പറഞ്ഞു. ഈ സന്ദേശം മുൻനിർത്തി കായിക ലഹരി എന്നർത്ഥം വരുന്ന സ്പോർട്ടോപ്പിയ എന്ന് കായിക മത്സരങ്ങൾക്ക് പേര് നൽകിയത് അഭിനന്ദനാർഹമാണെന്നും ഫാദർ കോട്ടക്കൽ കൂട്ടിച്ചേർത്തു. തുടർന്ന് കായിക ദീപശിഖ കൈമാറ്റവും അദ്ദേഹം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ N മനോജ് സ്വാഗതം ആശംസിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപികയും PTA സെക്രട്ടറിയുമായ രാഖി കൃഷ്ണ കൃതജ്ഞത രേഖപ്പെടുത്തി. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.